ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് വന്നിട്ട് ആ കുട്ടി മരിച്ചതിന്റെ ആ ഇഷ്യൂ ഉണ്ടായ ആ ഒരു ദിവസങ്ങൾ, അത് എന്റെ അറൗണ്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ എല്ലാ മീഡിയാസും അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ വന്ന് ഇതാണ്. അപ്പൊ ആ ഇഷ്യൂ DMO DSO ഞാൻ HE എല്ലാം വെച്ചിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്ത് ക്ലോസ് ചെയ്ത് സെറ്റിലായി കഴിഞ്ഞാണ്. അപ്പോ അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഇവിടെ വൈകുന്നേരം 4:30 കഴിഞ്ഞതിന് ശേഷം 4:45 കുറച്ചു പേര് നമ്മൾ സെക്യൂരിറ്റി ഒന്നും അറിയാതെ ഇതിന്റെ ഉള്ളിൽ വാഴ വെച്ചു, ഇവിടെ കൊണ്ടുവച്ച് വാഴ വെച്ചു, സംഭവം വെച്ചു. അത് എനിക്ക് റിപ്പോർട്ടർ TVയുടെ ഇതിന്റെ ഫുട്ടേജുകളുണ്ട് നമ്മളെടുത്ത്. അപ്പൊ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ പ്രശ്ന ഇഷ്യൂസ് സെറ്റിൽഡ് ആയതിനു ശേഷം ബോധപൂർവം എന്നെ കരുവാരിത്തേക്കാനും ഈ ആശുപത്രിയെ മോശമാക്കാനും വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് വൈകുന്നേരം 4:30 ശേഷം 5 മണിക്ക് ഓഫീസ് ക്ലോസ് ചെയ്യുന്ന സമയം അന്നേരം ആരും ഉണ്ടാവില്ല. അപ്പൊ 5 മണി ഏതാണ്ട് 5 മണിക്കാണ് സംഭവം. എന്നിട്ട് അവര് വിളിക്കാൻ ഇപ്പം സൂപ്രണ്ട് വിളിക്കും ഇപ്പം ചെയ്യാൻ. അപ്പൊ അതിന്റെ മോട്ടീവ് എന്താണ് അവരുടെ ലക്ഷ്യം? ഈ ഇഷ്യൂ നമ്മൾ ചെയ്താണ് DMO DSO DHS വരെ ഇടപെട്ട് സെറ്റിൽ ചെയ്ത ഇഷ്യൂവിന് ശേഷം അവരത് കുത്തിപ്പോക്കുക. അപ്പൊ അതിന്റെയൊക്കെ കൃത്യമായ മോട്ടീവ് ഉണ്ട്. അപ്പൊ ഇന്നലത്തെ കൃത്യമായ മോട്ടീവ് ഉണ്ട്. ഇയാൾ മാത്രം ആണ് ഇതെന്ന് വിശ്വസിക്കാൻ വയ്യ. ഇതിന്റെ ഉള്ളിൽ മണി ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്ന് വരെ സംശയമുണ്ട്. കൃത്യമായ പ്ലാനോടുകൂടിയ വധശ്രമമാണ്. കുറച്ചു നാൾ മുമ്പേ ഒരു സംഘടനാ നേതാവ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ ഇതൊക്കെ ഇന്ന് കാണിച്ച് എനിക്ക് ജീവന ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് DYSP കംപ്ലൈന്റ് എടുക്കും, ബാക്കി കളക്ടർക്കും എല്ലാം കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഇതുമായിട്ടനുബന്ധിച്ച് പറയുന്നത്. കാരണം ഈ ഇഷ്യൂ സെറ്റിൽഡ് ആയ ഇഷ്യൂ ഇപ്പൊ കുത്തിപ്പൊക്കാനും ഇതിന്റെ പോയിട്ടും കൃത്യമായ മോട്ടീവ് ഉണ്ട്. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഇവിടെ പെർമനന്റ് ആയി എന്നുള്ള ഓർഡർ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പുറകില് ആരുടെയൊക്കെയോ കറുത്തതോ വെളുത്തതോ ആയ കൈകളുണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ DYSPക്ക് കംപ്ലൈന്റ് എടുക്കുന്നു. രാഷ്ട്രീയ സംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയല്ല. അത് കുറെ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതോറിറ്റിക്ക് ഡിസ്ക്ലോസ് ചെയ്യും. അവരന്വേഷിക്കട്ടെ. ഇതിന്റെ എനിക്കറിയേണ്ട വേറെ ഒന്നല്ല. എന്റെ തെളിവ് എന്റെ എഫേർട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. അതല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞത് അവരതാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ മോട്ടീവ് ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പൊ ഇന്നലെയും പറഞ്ഞ ആൾ ഇനിയും ഞാൻ വന്നിട്ട് ഞാൻ വെട്ടി ഇതാക്കും. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്നെ കൊണ്ട് നമ്മുടെ വിപിൻ ഡോക്ടർക്കാണ് കിട്ടിയത്. ഞാനാണെങ്കിൽ മിക്കവാറും 2 ലാബ് ടെക്നീഷ്യന്മാരുണ്ടാവില്ല എന്റെ കൂടെ. ഇനി ഒറ്റക്കായിരിക്കും. ആ വെട്ടിന് കഴുത്തോസം പോലും ഞാൻ ഇന്നലെ തീർന്നുണ്ടാവും. ഇന്നലെ ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കേണ്ട അവസ്ഥയായിരിക്കും. കുട്ടികൾ അനാഥമാവും. അപ്പൊ ഇതായിരുന്നു സത്യം. പക്ഷെ അതിൽ എന്താണ് ഡോക്ടർമാരുടെ ഫാൾട്ടെന്നോ എന്റെ ഫാൾട്ടെന്നോ എനിക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല. അതിന്റെ ബാക്കിൽ സമഗ്രമായ അന്വേഷണം വേണം. നല്ല ഗൂഢാലോചനയുണ്ട്. ഈവൻ ഞാൻ ആരോപിക്കുന്ന മണി ട്രാൻസാക്ഷൻസ് വരെ സാധ്യതയുണ്ട്. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് മെഡിക്കൽ